ലോകത്തിലെ ഏറ്റവും ശക്തമായിരുന്ന ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയെ മുട്ടുകുത്തിച്ച ഒരു ഇന്ത്യൻ രാജാവ്. സ്വന്തമായി ശക്തമായ നാവികസേനയും സമുദ്രങ്ങളിൽ ആധിപത്യവും 18-ാം നൂറ്റാണ്ടിലെ അത്യാധുനിക ആയുധങ്ങളും ഉണ്ടായിരുന്ന ഡച്ച് പടയെ പരാജയപ്പെടുത്തുക എന്നത് അസാധ്യമായി കരുതപ്പെട്ടിരുന്ന ഒന്നായിരുന്നു. എന്നാൽ ആ ഇന്ത്യൻ രാജാവ് അവരുടെ ഒരു വലിയ സൈന്യത്തെ മുഴുവൻ കീഴടങ്ങാൻ നിർബന്ധിതരായി. തിരുവിതാംകൂർ മഹാരാജാവായിരുന്ന അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മയുടെയും 1741 നടന്ന ചരിത്രപ്രസിദ്ധമായ കുളച്ചൽ യുദ്ധത്തിന്റെയും കഥയാണ്. 1740കളിൽ ലോകത്തിലെ തന്നെ ഏറ്റവും ശക്തമായ വ്യാപാര കമ്പനിയായിരുന്നു ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി. സുഗന്ധവ്യഞ്ജന വ്യാപാരത്തിൽ ആധിപത്യം പുലർത്തിയിരുന്ന അവർക്ക് കേരളത്തിലെ കുരുമുളക് സ്വർണത്തേക്കാൾ വിലപ്പെട്ടതായിരുന്നു. വൻകിട രാജാക്കന്മാർ പോലും അവരെ എതിർക്കാൻ ധൈര്യപ്പെട്ടിരുന്നില്ല. മറുഭാഗത്ത് ആറ്റിങ്ങൽ, കൊല്ലം, കായംകുളം തുടങ്ങിയ നാട്ടുരാജ്യങ്ങളെ സ്വന്തം നിയന്ത്രണത്തിലാക്കിക്കൊണ്ട് മാർത്താണ്ഡവർമ്മ രാജാവ് ശക്തമായൊരു രാജ്യം കെട്ടിപ്പടുത്തു. ഇത് ഡച്ച് ഗവർണറായ ഗുസ്താഫ് വില്യം വാൻ ഇംഹോഫിനെ പ്രകോപിപ്പിച്ചു. അദ്ദേഹം മഹാരാജാവിനെ ഭീഷണിപ്പെടുത്തിയപ്പോൾ ആവശ്യം വന്നാൽ യൂറോപ്പ് ആക്രമിക്കുന്നതിനെക്കുറിച്ച് പോലും എനിക്ക് ആലോചിക്കാനാകും എന്നായിരുന്നു രാജാവിന്റെ ധീരമായ മറുപടി. ഇതിനു പിന്നാലെ 1740 നവംബർ 26-ന് 7 കൂറ്റൻ യുദ്ധക്കപ്പലുകളുമായി ഡച്ച് നാവികസേന കുളച്ചൽ തീരത്തെത്തി. പീരങ്കിയുണ്ടകളുടെ വർഷം കാരണം നഗരം പുകയിലും തീയിലും മുങ്ങി. എന്നാൽ മഹാരാജാവ് തന്ത്രപൂർവ്വമാണ് പോരാടിയത്. തെങ്ങുകൾ മുറിച്ച് കാളവണ്ടികളിൽ കയറ്റി ദൂരെ നിന്ന് നോക്കിയാൽ വലിയ പീരങ്കികളാണെന്ന് തോന്നിക്കുന്ന തരത്തിൽ അദ്ദേഹം സജ്ജീകരിച്ചു. ഇത് കണ്ട് ഡച്ച് സൈനികർ ആശയക്കുഴപ്പത്തിലായി. തുടർന്ന് 10,000-ഓളം സൈനികരുമായി മഹാരാജാവ് അവരെ വളഞ്ഞു. പ്രാദേശിക മുക്കുവ സമൂഹവും തിരുവിതാംകൂറിനൊപ്പം ഉറച്ചു നിന്നു. അവർ ഡച്ചുകാർക്കുള്ള സഹായ വഴികൾ പൂർണ്ണമായി തടസ്സപ്പെടുത്തിയതോടെ അവരുടെ കപ്പലുകൾ കടലിൽ കുടുങ്ങി. മാസങ്ങൾ നീണ്ട പോരാട്ടത്തിനൊടുവിൽ 1741 ജൂലൈ 31-ന് ഡച്ച് സൈന്യത്തിന് ഇന്ത്യൻ മണ്ണിൽ മുട്ടുമടക്കേണ്ടി വന്നു. 24 സൈനിക ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ നിരവധി ഡച്ച് സൈനികർ തടവുകാരായി പിടിക്കപ്പെട്ടു. ഡച്ച് കമാൻഡറായിരുന്ന യുസ്റ്റാഷ്യസ് ഡി ലെനോയിയെ മഹാരാജാവിന്റെ മുന്നിൽ ഹാജരാക്കി. 389 തോക്കുകളും നിരവധി പീരങ്കികളും തിരുവിതാംകൂർ സൈന്യം പിടിച്ചെടുത്തു. ഇത് കേവലം ഒരു യുദ്ധവിജയം മാത്രമല്ലായിരുന്നു, മറിച്ച് വിദേശ അഹങ്കാരത്തിനുമേൽ ഇന്ത്യൻ വീര്യത്തിന്റെ വിജയമായിരുന്നു. പിന്നീട് മഹാരാജാവ് കുളച്ചലിൽ ഒരു വിജയസ്തംഭം സ്ഥാപിച്ചു. 1758 ജൂലൈ 7-ന് അദ്ദേഹം അന്തരിക്കുന്നതുവരെ തിരുവിതാംകൂർ ഒരു ശക്തമായ രാജ്യമായി നിലകൊണ്ടു. ധീരതയ്ക്കും തന്ത്രത്തിനും സമർപ്പണത്തിനും മുന്നിൽ എത്ര വലിയ ശക്തിയും മുട്ടുമടക്കാൻ നിർബന്ധിതരാകുമെന്ന് കുളച്ചലിന്റെ വീരഗാഥ ഇന്നും നമ്മെ ഓർമ്മിപ്പിക്കുന്നു.